അസ്സലാമു അലൈക്കും. നമ്മുടെ മാസങ്ങളിൽ ഏറ്റവും പുണ്യമായ മാസമാണ് റമദാൻ മാസം. ആ ഒരു മാസത്തെ വരവേൽക്കാൻ നമ്മൾ എന്തെല്ലാം ചെയ്യുന്നില്ലേ? നമ്മൾ നനച്ചുകുളി അങ്ങനെയെല്ലാം നമ്മൾ ചെയ്യുന്നില്ലേ? നനച്ചുകുളി വേണ്ടാന്നല്ല, വേണം. വീടും പരിസരവും ഒക്കെ വൃത്തിയാക്കി മനസ്സും അതുപോലെ ശുദ്ധിയാക്കി നമ്മൾ റമദാനിലേക്ക് മുന്നൊരുങ്ങണം. എന്നിട്ട് നല്ലതുപോലെ ആത്മീയമായി റമദാനിലെ 30 നോമ്പ് നമുക്ക് നോക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഈ റമദാൻ മാസത്തിൽ നമ്മൾ എന്ത് തന്നെ തെറ്റ് ചെയ്ത് തന്നാലും റമദാൻ മാസത്തിൽ നമുക്ക് റബ്ബ് പുറത്തു തരും. റമദാൻ മാസത്തിലെ നോമ്പ് നോറ്റുകൊണ്ട് വ്രതശുദ്ധിയോടുകൂടി നമ്മൾ തറാവി നിസ്കരിച്ചും ആ ഒരു മാസത്തിൻ്റെ ബർക്കത്ത് എന്ന് പറയുന്നത് വേറെ തന്നെ ഒരു ഇത് തന്നെയാണ്. എൻ്റെ അനുഭവങ്ങളിൽ വെച്ച് റമദാൻ മാസം എന്ന് പറയുന്നത് എന്തോ വലിയ ഒരു മാസമായിട്ടാണ് എനിക്ക് പ്രത്യേകിച്ച് തോന്നുന്നത്. കാരണം തോന്നുന്നല്ല, എൻ്റെ അനുഭവങ്ങളിൽ എനിക്ക് ഏറ്റവും നല്ലൊരു മാസവുമാണ്. എല്ലാം കൊണ്ടൊരു റഹ്മത്തും ബർക്കത്തും ഒക്കെ നമ്മളെ വീടുകളിലായാലും നാട്ടുകാരായാലും പള്ളിയിൽ പോകും, കുട്ടികൾ തന്നെ ആയാലും ചെറിയ കൊച്ചു കുട്ടികൾ തന്നെ ആയാലും പള്ളിയിൽ പോകാനും അതുപോലെ നോമ്പ് തുറ ഒക്കെ ഒരു നല്ല ഒരു മാസമാണ് റമദാൻ മാസം അല്ലേ. അപ്പോൾ നമ്മൾ റമദാനിലേക്ക് മുന്നൊരുക്കുകയാണ് എല്ലാവരും. നമ്മുടെ മനസ്സും ശരീരവും ഒക്കെ ശുദ്ധിയാക്കി നമ്മൾ റമദാനിലേക്ക് മുന്നൊരുക്കുക, നിസ്കരിക്കുക. ഒരു നേരത്തെ നിസ്കാരം പോലും ഖളാ ആക്കാതെ റമദാൻ മാസത്തിൽ നിസ്കരിക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അതുപോലെ 30 നോമ്പും നോറ്റ് വീട്ടുവാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ആമീൻ. അതുപോലെ തന്നെയാണ് ഫിത്ർ നിസ്കാരം, ളുഹാ നിസ്കാരം, തസ്ബീഹ് നിസ്കാരം. ഓരോ നിസ്കാരത്തിനും അതിൻ്റേതായ പ്രത്യേകതകളുണ്ട്. അപ്പോൾ ളുഹാ നിസ്കാരം 3 മാസം തുടർച്ചയായി നിസ്കരിക്കുകയാണെങ്കിൽ അതിൽ ജീവിതത്തിൽ ഒരു കടബാധ്യതകളും ഇല്ലാതെ തുടർച്ചയായി നിസ്കരിക്കുകയാണെങ്കിൽ, ജീവിതത്തിൽ അങ്ങോളം നമ്മൾ മരിക്കോളം നിസ്കരിക്കുകയാണെങ്കിൽ ജീവിതത്തിൽ ഒരു കടബാധ്യത ഉണ്ടാവുകയില്ല. അതുപോലെ ഓരോ നിസ്കാരത്തിനും ഓരോ പ്രതിഫലവും ഓരോ ഗുണങ്ങളും ഉണ്ട്. പ്രത്യേകിച്ച് റമദാൻ മാസത്തിൽ നമ്മളെ ഒന്ന് സുന്നത്ത് നിസ്കരിച്ചാൽ പോലും ഒരുപാട് കൂലി കിട്ടുന്ന ഒരു മാസമാണ് റമദാൻ മാസം. അപ്പോൾ ആ ഒരു മാസം നമ്മൾ ആവോളം നമ്മളെ കൊണ്ട് കഴിയുന്ന അത്രയും നമ്മൾ ഇബാദത്തിലേക്ക് ഏർപ്പെടുക. അതുപോലൊരു മാസം നമുക്ക് പിന്നെ പിറ്റത്തെ കൊല്ലം നമ്മൾ ഉണ്ടാവുമോ എന്നൊന്നും നമ്മൾ അറിയില്ലല്ലോ. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു സമയം നമ്മൾ ഒരുപാട് ഇബാദത്തുകളിലേക്ക് മുഴങ്ങിയിരിക്കുക. അതുപോലെ തന്നെ പെരുന്നാൾ ഡ്രസ്സൊക്കെ നേരത്തെ തന്നെ എടുത്ത് വെക്കുക. അല്ലാതെ ഈ ലൈലത്തുൽ ഖദറിൻ്റെ നാളിൽ പോയിട്ട് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് സമയം ചിലവാക്കിയിട്ട് അങ്ങനെ ഒരുപാട് സമയം ചിലവാക്കാതിരിക്കുക. അതിന് മുന്നേ റമദാൻ തുടങ്ങുന്നതിൻ്റെ ഇപ്പോൾ തന്നെ എടുത്ത് വെക്കുക. അതുപോലെ ലൈലത്തുൽ ഖദറിൻ്റെ ദിവസങ്ങളിലൊക്കെ നമ്മളിപ്പോൾ കുട്ടികൾക്കായാലും ആർക്ക് ഡ്രസ്സ് എടുക്കാനായാലും ഈ പറഞ്ഞ ഞാനും ആദ്യമൊക്കെ ഇതുപോലെ തന്നെയായിരുന്നു. ആ ഒരു സമയത്തായിരുന്നു ഞാനും ഡ്രസ്സ് എടുക്കാനൊക്കെ മാസം ലാസ്റ്റ് ആവട്ടെ എന്നതിനും കരുതാറുള്ളത്. ഇപ്പോൾ ഞങ്ങൾ നേരത്തെ തന്നെയാണ് എടുക്കാറും ഒക്കെ ചെയ്യുക. കാരണം റമദാൻ മാസത്തിലെ അവസാനത്തെ 10 എന്ന് പറയുന്നത് ലൈലത്തുൽ ഖദറിൻ്റെ നാളുകളാണ്. ആ ഒരു മാസം നമ്മൾ വീട്ടിൽ തന്നെ ഇരുന്ന് കഴിവതും നമ്മുടെ ഇബാദത്തുകളിൽ കൂടുതൽ സമയം ഏർപ്പെട്ടുകൊണ്ടിരുന്ന് അള്ളാഹിനോട് തൗബ ചെയ്തിരിക്കുക എന്നൊരു ആ ഒരു കിട്ടുന്നൊരു മനസ്സംതൃപ്തി ഉണ്ടല്ലോ, അത് നമ്മൾ വേറൊന്നും ചെന്നാൽ നമുക്കത് കിട്ടില്ല. ആ ഒരു മാസം നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ അത്രയും നമ്മൾ ഇബാദത്തിൽ ഏർപ്പെട്ടിരിക്കുക.